അന്നൂസ് കിച്ചൻ സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്നറിയോ? ഓണം അല്ലേ വരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓണം മേക്കപ്പ് ഒന്ന് ചെയ്താലോന്ന്, അതായത് ഓണം ഗെറ്റ് റെഡി വീഡിയോ ഒന്ന് ചെയ്താലോന്ന്. അപ്പൊ അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ്. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. മുഖത്തൊക്കെ കുരുവൊക്കെ വന്നിട്ട് കാലയൊക്കെ ആയി കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് പൊട്ടങ്ങ് മാറ്റാം. ത്രെഡൊന്നും ചെയ്തില്ല, അതുകൊണ്ട് വൃത്തികേടായിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമില്ല. ആദ്യം തന്നെ നമുക്ക് ക്രീം ഇട്ട് ഫേസ് ഒന്ന് സെറ്റ് ചെയ്യാം. അന്ന് ഞാൻ പറഞ്ഞതാണ് ഞാൻ ഡോവിൻ്റെ ക്രീമായി യൂസ് ചെയ്യാറുണ്ട്. ക്രീം ഇടുക. ഞാനെൻ്റെ ഡോവിൻ്റെ ക്രീമുള്ള ഫേസ് ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ക്രീം ഇട്ടതിന് ശേഷം ഇനി ഞാൻ ഇടാൻ പോകുന്നത് പ്രൈമറാണ്. ഇത് ബ്ലൂ ഹെവൻ്റെ ഒരു പ്രൈമറാണ്, ഏകദേശം തീരാനായ ഒരു പ്രൈമറാണ്. ഞാൻ എന്തെങ്കിലും മാരേജ് ഫങ്ഷൻസ് അങ്ങനെയുള്ള ഒരു പ്രൈമർ യൂസ് ചെയ്യാറുള്ളൂ. ഞാൻ യൂസ് ചെയ്യാറില്ല പൊതുവേ, അതുകൊണ്ട് ഞാൻ സ്റ്റോക്ക് ചെയ്യാറുള്ളൂ പ്രൈമർ. ജസ്റ്റ് ഇത്രയും ഞാൻ എടുക്കുന്നുള്ളൂ. പ്രൈമർ ആദ്യം ഞാൻ ഡോട്ടായിട്ട് ഫേസിൽ ഇട്ടതിന് ശേഷം കൈ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കുക ചെയ്യുന്നത് ഫേസും കഴുത്തും കൂടിയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് എടുക്കുന്ന ഫൗണ്ടേഷനാണ്. ഇത് ബ്ലൂ ഹെവൻ്റെ തന്നെ ഒരു ഫൗണ്ടേഷനാണ്. ഞാൻ അധികം ബ്ലൂ ഹെവൻ്റെ പ്രൊഡക്ട്സ് ആട്ടോ യൂസ് ചെയ്യാറ്. ഫൗണ്ടേഷൻ ഞാൻ വെളിങ്ങനെ അപ്ലൈ ചെയ്യുന്നില്ല, എന്നാലും കുറച്ച് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന വിധമാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് പ്രൊഫഷണൽ ആയിട്ടുള്ള ഇതല്ല, ഞാൻ ഇങ്ങനെ യൂസ് ചെയ്യുന്നത് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ ഡോട്ടായിട്ട് ഫൗണ്ടേഷൻ സ്റ്റിക്കിന് കൊണ്ട് ഫൗണ്ടേഷൻ ഇട്ടതിന് ശേഷം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പഫ് കൊണ്ട് തന്നെ അത് ബ്ലെൻഡ് ചെയ്തെടുക്കുക ചെയ്യുന്നത് ഫേസും നെക്കും. ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഫേസ് മാത്രമല്ല നെക്കിനെ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കും. കോമ്പാക്റ്റ് ഇടുന്നതിന് മുമ്പ് ഞാനിവിടെ ഒരു ബ്ലൂ ഹെവൻ്റെ തന്നെ ഒരു ബ്ലഷാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ബ്ലഷ് 2 ചീക്സിനും ഒരു ചിന്നിൻ്റെ മിഡിലും മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കാണാൻ പറ്റും ജോക്കറിൻ്റെ 3 ഡോട്ട്സ് പോലെ. ഇതിട്ടതിന് ശേഷം കേട്ടോ ഞാൻ കോമ്പാക്റ്റ് ഇട്ട് കൊടുക്കാറ്. എല്ലാവരും പൊതുവെ കോമ്പാക്റ്റ് ഇട്ടിട്ട് ബ്ലഷ് ഷെയ്ഡ് ചെയ്യുക, ഞാൻ നേരെ ഓപ്പോസിറ്റ് ഉണ്ട്. ഇത് ഞാനെന്ന് പറഞ്ഞുള്ള ലാക്മീൻ്റെ തീരാനായ ഒരു കോമ്പാക്റ്റാണ്. ഇനി നമുക്ക് നമ്മൾ കോമ്പാക്റ്റ് ഇട്ടിട്ട് ഫേസ് ഫുള്ളായിട്ട് ടച്ചപ്പ് ചെയ്ത് കൊടുക്കാം. കോമ്പാക്റ്റ് ഇട്ടതിന് ശേഷം ഞാൻ എൻ്റെ ലിപ്പാകൊണ്ട് ഇനി ഐ ഷാഡോ ഇടാൻ പോകുന്നത്. ഐ ഷാഡോ ഞാനിവിടെ ബ്ലൂ ഹെവൻ്റെ തന്നെ ഐ ഷാഡോ എടുത്തിട്ടുള്ളത്. അതിൻ്റെ അകത്ത് ഞാൻ ഇന്ന് ഇടാൻ പോകുന്നത് ഒരു പിങ്കിഷ് ഷെയ്ഡാണ്. എനിക്ക് പഫിനെ കൊണ്ടിട്ടാണ് ഐ ഷാഡോ കറക്റ്റായിട്ടുള്ളത്. അതിനുശേഷം ഐ ഷാഡോ തന്നെ ആ സ്കിൻ കളർ തോന്നുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ഐബ്രോസിൻ്റെ അവിടെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ഹൈലൈറ്റർ പോലെ. എങ്ങനെയുണ്ട്, കൊള്ളാമോ? ഐ ഷാഡോ ഇട്ടതിന് ശേഷം നമുക്ക് ഐബ്രോസ് സെറ്റ് ചെയ്യാം. ഇത് ബ്ലൂ ഹെവൻ്റെ തന്നെ ഐബ്രോ പെൻസിൽ ലൈനർ കേട്ടോ. ഇതിനെ കൊണ്ട് ആദ്യം ഞാൻ ഐബ്രോസ് ചെറുങ്ങനെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡ് തന്നെ അതിൻ്റെ ബ്രഷ് ഉണ്ട്, അതിനെ കൊണ്ടൊന്ന് കോംപ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഇത് ബ്ലൂ ഹെവൻ്റെ തന്നെ ലൈനർ കേട്ടോ, ഐബ്രോസ് ലൈനർ. ജസ്റ്റ് ലൈറ്റായിട്ട് ഞാൻ ഡ്രോ ചെയ്തിട്ടു. ശേഷം ഹിമാലയൻ്റെ ഒരു ലൈനറാണത്. ഹിമാലയൻ്റെ ലൈനർ അല്ല, ഹിമാലയൻ്റെ കാജലാണ്. ഹിമാലയൻ്റെ കാജലിനെ കൊണ്ടാണ് ഞാൻ അണ്ടർ ആയി വരക്കാറ്. അതിനുശേഷം ഇത് ബ്ലൂ ഹെവൻ്റെ ലൈനറാണ്. ഇത് ബ്ലൂ ഹെവൻ്റെ വാട്ടർ പ്രൂഫ് ഐലൈനർ കേട്ടോ. സൂപ്പർ സാധനം കേട്ടോ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണം കേട്ടോ. ഈ ടൈം ഞാൻ കുറച്ച് ഹെവി ആയിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് വരുന്നുണ്ട്. കുറച്ച് ഡാർക്കായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. എനിക്ക് എൻ്റെ കണ്ണ് ഭയങ്കര ഇഷ്ടമായിട്ടാണ്, കാരണം എനിക്ക് വരുന്നതിന് നല്ല എന്താ പറയുക തൃപ്തിയാകുന്നൊരു കണ്ണാകുന്നുണ്ട്. ഏകദേശം മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. ഇനി ലിപ്സ്റ്റിക്കാണ്. അത് സ്വിസ് ബ്യൂട്ടി ഇടണോ ബ്ലൂ ഹെവൻ ഇടണോ എന്നൊരു ചെറിയ കൺഫ്യൂഷൻ. ഇത് ഭയങ്കര ഡാർക്കാണ്, അതുകൊണ്ട് ഇതന്നെ ഇടാമെന്ന് വിചാരിക്കുന്നു. ഇട്ടിട്ട് വേണ്ടെങ്കിൽ മായിച്ചു ഞാൻ. പക്ഷേ ഇതന്നെ ഇടാൻ
ഭയങ്കര ഡാർക്കാണ്. അതുകൊണ്ട് ഞാൻ ഇത് ആഡ് ചെയ്തിട്ട് വേറൊരു ഇതിനൊക്കെ ഉണ്ട്. എൻ്റെ വേറൊരു ലിപ്സ്റ്റിക്കിൻ്റെ ബ്രഷിനെ കൊണ്ട് അത് വരച്ചു കൊടുക്കുക ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം നമ്മൾ മേക്കപ്പ് കഴിഞ്ഞു. ഇനി ഒന്ന് ഹെയർ സെറ്റ് ചെയ്യണം. ആക്സസറീസ് ഒക്കെ ഇട്ടിട്ട് സാരി ഉടുക്കാനുണ്ട്. ഇതാണ് എൻ്റെ ഓർണമെൻറ്റ്സും സാരിയും. ഞാനിവിടെ ടിഷ്യൂ സാരിയാണ് എടുത്തിട്ടുള്ളത്. സെറ്റ് സാരീൻ്റെ തന്നെ ടിഷ്യൂ മെറ്റീരിയലുള്ള ഗ്രേ കളർ സാരിയാണ് എടുത്തിട്ടുള്ളത് വിത്ത് നാവി ബ്ലൂ ബ്ലൗസ്. അയ്യോ പൊട്ട് വെക്കാൻ മറന്നുപോയി. നമുക്ക് ഫസ്റ്റ് ഹെയർ സെറ്റ് ചെയ്തിട്ട് ആക്സസറീസ് ഇടാം. രണ്ടായിട്ടാണ് ഞാനിന്ന് ഹെയർ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അത് ഇതേപോലെ ഒരു ബാൻഡ് വെച്ചിട്ട് ആയിട്ടുള്ള കെട്ടി വെക്കണം വേണ്ടത്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയൊരു ഹെയറിന് ഇതാണ്. എക്സ്റ്റൻഷൻ എന്നല്ല, ഇതിന് വേറെ ഏതോ പേര് വരെ കറക്റ്റ് എനിക്കറിയില്ല. അപ്പോൾ ഇനി അതെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ കെട്ടി വെച്ച ഹെയർ ഉണ്ട്, അത് നമ്മൾ മുല്ലപ്പൂ വെക്കുന്ന പോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് ഇതേപോലെ റൗണ്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ മടഞ്ഞിടുന്ന പോലെ ആ സാധനം നമ്മൾ മുടിയും കൂടി റൗണ്ട് ചെയ്തെടുക്കുക. ഒരു ന്യൂ ഹെയർ സ്റ്റൈൽ നമുക്ക് എന്തായാലും കിട്ടും കേട്ടോ ഇതിനെ കൊണ്ട്. ലാസ്റ്റ് വരുന്ന ഈ പാർട്ട് അതിൻ്റെ കൂടെ തന്നെ ജസ്റ്റ് കെട്ടി കൊടുക്കുക. ഒറിജിനൽ ഹെയറിൻ്റെ ലെങ്ത്തിൽ തന്നെ വാങ്ങാൻ കിട്ടും കേട്ടോ. ഇത് ലെങ്ത് അനുസരിച്ചിട്ട് വന്നിട്ട് കറക്റ്റ് അറിയില്ല. ഞാൻ കണ്ടിട്ട് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്യാൻ വാങ്ങിയതാണ്. എനിക്ക് നല്ലതായി തോന്നി. എങ്ങനെയാണെന്ന് നിങ്ങൾ പറഞ്ഞു. മുടി കുറച്ച് ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ഇതാണ് ലുക്ക്. നമുക്ക് ഇയറിങ്സും ഇത് ഇടാം. ഞാനിതാണ് ചെയിൻ ഇടുന്നത്. ഇതിടണമോ ഇതിടണമോ എന്നൊരു ചെറിയ കൺഫ്യൂഷൻ. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഫൈനൽ ലുക്ക്? ഇനി സാരി ഉടുത്തിട്ട് വന്നിട്ട് ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമന്റിൽ പറയണേ. അപ്പം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണണേ. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ വീഡിയോസിൽ അപ്ഡേറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. ഇതാണ് എൻ്റെ മേക്കപ്പ് കഴിഞ്ഞിട്ടുള്ള ലുക്ക്. ഇനി സാരി ഉടുത്തിട്ട് വരാം. അപ്പോൾ സാരികളിലെടുത്ത് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇപ്പം എങ്ങനെയുണ്ട്? കൊള്ളാമോ? അപ്പോൾ എൻ്റെ ഓണം ലുക്ക് ഇതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമന്റിൽ പറയാൻ മറന്നു പോകരുത്. ഇതിന് മന്ത്ലിയിലാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. ഫുൾ ലുക്ക് കാണിച്ചു തരണമെന്നുണ്ട്, പക്ഷെ എനിക്ക് മിററിൽ എടുക്കാൻ പറ്റുന്നില്ല. അത് മാത്രമല്ല ഞാൻ ട്രൈപോഡ് സെറ്റ് ചെയ്തിട്ട് ഒറ്റയ്ക്ക് തന്നെ എടുത്തതാണ് കേട്ടോ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ. അപ്പൊ ഇതാണ് എന്റെ ഓണം ലുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമന്റിൽ പറയാൻ മറന്നു പോകരുത്. അതുപോലെ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണണേ. അപ്പോഴേ നിങ്ങൾക്ക് നമ്മളെ വീഡിയോസിൽ അപ്ഡേറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പൊ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.